സ്റ്റാൻലിയേക്കാൾ വലിയ സൈക്കോയാണ് നത്ത്. സിനിമയിലെ ഏറ്റവും വലിയ മിസ്കാസ്റ്റ് വിനായകൻ. OTT റിലീസിന് പിന്നാലെ ചർച്ചയായി കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് ഒരുക്കിയ ചിത്രമാണ് കളങ്കാവൽ. കഴിഞ്ഞ ദിവസം ചിത്രം OTTയിലും സ്ട്രീമിംഗ് ആരംഭിച്ചു. സോണി ലീവിലൂടെ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. OTTയിലും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി വില്ലനായി എത്തിയ ചിത്രത്തിൽ വിനായകനായിരുന്നു നായകനായി എത്തിയത്. മമ്മൂട്ടിയും വിനായകനും മത്സരിച്ച് അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. നത്ത് എന്ന് വിളിപ്പേരുള്ള ജയകൃഷ്ണൻ എന്ന കഥാപാത്രമായാണ് വിനായകൻ ചിത്രത്തിലെത്തിയത്. സൈലന്റ് ആയി നിന്ന് ക്ലൈമാക്സിൽ കത്തിക്കയറുകയായിരുന്നു വിനായകൻ. എന്നാൽ ഇപ്പോൾ ചിത്രത്തിൽ വിനായകൻ മിസ്കാസ്റ്റ് ആയിരുന്നുവെന്നാണ് OTT റിലീസിന് പിന്നാലെ പലരും പറയുന്നത്. വിനായകൻ തള്ളിമറിച്ച് എന്നൊക്കെയാണ് സിനിമ റിലീസായ ടൈമിൽ പറഞ്ഞു കേട്ടത്. എന്നാൽ സിനിമയിലെ ഏറ്റവും വലിയ മിസ്കാസ്റ്റ് അത് വിനായകനായിരുന്നു. ഒടുക്കത്തെ നാടകീയത, ക്ലൈമാക്സ് വരെ നല്ല ശോകമായിരുന്നു. അതുപോലെ തന്നെ മമ്മൂക്ക കൊല്ലുന്ന നായകന്മാരൊക്കെ എന്ത് ബോർ അഭിനയം. ശ്രുതി രാമചന്ദ്രൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ശോകം തന്നെ എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. ഏറ്റവും നെഗറ്റീവ് ഇങ്ങേരായിരുന്നു. നത്താണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ബോഡി ലാംഗ്വേജ് പോലെ തോന്നി. വിനായകനൊക്കെ പക്ക മിസ്കാസ്റ്റ്. വിനായകന്റെ കരിയറിലെ ഏറ്റവും മോശം ക്യാരക്ടർ. അതേസമയം വിനായകനെ അഭിനന്ദിച്ചെത്തുന്നവരും കുറവല്ല. സ്റ്റാൻലിയെ പോലെ തന്നെ നത്തും സൈക്കോ ആണെന്നും ചിലർ പറയുന്നുണ്ട്.